ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടീപ്പോയ് ഉണ്ടാക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ടീപ്പോയ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 mm മറൈൻ പ്ലൈവുഡാണ് എടുക്കുന്നത്. ആ പ്ലൈവുഡിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അളവിന് വെട്ടിയെടുക്കാം. അളവ് ഞാനൊന്ന് പറയാം. ഞാനിവിടെ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് 80 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 43 സെൻറ്റിമീറ്ററും ഹൈറ്റ് 35 സെൻറ്റിമീറ്ററുമാണ്. അപ്പം നമ്മളതിനെ നമ്മുടെ ആവശ്യത്തിന് ഇതേ കണക്ക് അളവ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലൈവുഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിനെ ബോക്സ് ആക്കി നമ്മളതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് നിർത്താം. ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം നമുക്ക് അതിനകത്ത് റീപ്പർ വെച്ച് എഡ്ജിൽ അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പട്ടിയിൽ നമ്മൾ എടുക്കുന്നു. നമ്മുടെ നാട്ടിൽ പട്ടിയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ 2 ഇഞ്ച് വീതിയും 1 ഇഞ്ച് കനമുള്ള പട്ടിയിലാണ്. അപ്പോൾ ആ റീപ്പർ നമ്മൾ 4 സൈഡും ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കുക. നല്ലപോലെ ആണി വെച്ച് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് നമ്മൾ അടിയേറ്റത്താണ്, നമ്മൾ തറയിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലാസ് വരുന്ന ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇതേ കണക്ക് റീപ്പർ കട്ട് ചെയ്തിട്ട് അളവിന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളവിടെ ഗ്ലാസ് വരുന്ന ഭാഗം നമുക്കൊരു 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വേണം ഈ പട്ടിയിലിരിക്കാൻ. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ താഴ്ച അവിടെ വേണ്ടി വരും. കാരണം 5 mm ഒരു ഗ്ലാസ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ തുണിയുടെ കനവും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മുട്ട കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ഉറപ്പിക്കുക. അതിനെ ആണി വെച്ച് നല്ലപോലെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഇത് കണക്ക് പട്ടിയിൽ അടിക്കുക. അടിച്ചതിന് ശേഷം ഇത് കണക്ക് കോണിൽ നമ്മൾ ഇത് കണക്കൊരു പട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും. ഇത് ഫിനിഷ് ചെയ്താലുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി നമ്മൾ ജോയിൻ്റ് ചെയ്ത പ്ലൈവുഡ് ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പട്ടിയിൽ റീപ്പർ വെച്ച് നമ്മൾ അതിനെ പിൻ ചെയ്യണം. ഇനി നമ്മൾ ഫോം വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. 12 mm കട്ടി കുറഞ്ഞ ഫോമാണ്. അപ്പോൾ ഈ ഫോം വെച്ച് 4 സൈഡ് നമ്മളിത് കവർ ചെയ്തെടുക്കുകയാണ്. കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് വരുന്ന ഭാഗത്താണ് ഇതേപോലെ നമുക്ക് അവിടെ കട്ടി വരരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മളവിടെ നല്ലതുപോലെ ഗമ്മ് തേച്ച് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പം നമ്മൾ ആ അരിക് ചേർത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. മാക്സിമം വിരൽ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് ആ അരികിൽ നല്ലതുപോലെ വെക്കണം. കാരണം ഗ്ലാസ് വരുമ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇനി നമ്മൾ തുണി ഫാബ്രിക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഫാബ്രിക് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 2 കളറാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 കളർ യൂസ് ചെയ്യാനായിട്ട് ഞാൻ അതിനെ നാലായിട്ട് ഭാഗിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ്. ഇതുപോലെ ഇനി ഫാബ്രിക് കട്ട് ചെയ്ത് നമുക്ക് ഞാനത് വെച്ച് കാണിച്ചു തരാം. ഫാബ്രിക് 2 കളറാണ്. അതിൻ്റെ ഐവറി കളറാണ് ഞാനിപ്പോൾ വെട്ടുന്നത്. ഇനി നമുക്ക് കോഫി ബ്രൗൺ കളറും കൂടെ ഉണ്ട്. ആ 2 കളർ വെട്ടിയതിന് ശേഷം ഇതുപോലെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 കളർ ജോയിൻറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം മാർക്ക് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി നമ്മൾ ആ അരികൊന്ന് മാർക്ക് ചെയ്യാണ്. കാരണം കറക്റ്റ് ഷേപ്പ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ ചെയ്തതുകൊണ്ട് വൃത്തി വരത്തുള്ളൂ. അപ്പോൾ ഇത് ഗ്ലാസ് വരുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ കോണായിട്ട് മാർക്ക് ചെയ്യണം.
മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക, അവിടെ 1 സെൻറ്റിമീറ്റർ തയ്യൽ തുമ്പിടാൻ മറന്നു പോകരുത്. ഇതുപോലെ 2 സൈഡും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ ചെറിയ സൈഡും കൂടെ ഒറ്റ കളറാണ്, അവിടെ ഒറ്റ കളർ ബ്രൗൺ ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് 4 സൈഡ് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കവർ ഇറക്കിയാൽ മാത്രം മതി. നമ്മൾ കോഫി ടേബിൾ റെഡിയായി. അതിന് നല്ലതുപോലെ ആ തയ്യൽ തുമ്പ് ഒതുക്കിയിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്ലാസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് അരികിൽ മൂല ഭാഗങ്ങളിൽ നമുക്ക് പിൻ ചെയ്യാം. സ്റ്റാപ്ലർ ആ കോർണറിൽ വേണം ആദ്യം നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാൻ. 4 കോർണറും ആദ്യം പിൻ ചെയ്യുക. ഇതുപോലെ സ്റ്റാപ്ലർ അടിക്കുക. ഇനി എല്ലാ ഭാഗത്തും ഇത് കണക്ക് അതിൻ്റെ അരികിൽ നല്ലതുപോലെ സ്റ്റാപ്ലർ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഗ്ലാസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് കറക്റ്റാக സീറ്റിംഗ് ആവാതെ വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അരികെ ചേർത്ത് അടിക്കാൻ ശ്രമിക്കുക. ഇവിടെ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്ക് പിൻ ചെയ്യാം. ഇത് അടിച്ചു കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് നേരെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് പിൻ ചെയ്ത് ഇതുപോലെ നല്ലതുപോലെ തേച്ച് ഫാബ്രിക് വലിച്ച് വേണം നമുക്ക് അതിനകത്ത് പിൻ ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലെഗ് നമ്മൾ ഉറപ്പിക്കാനായിട്ട് ഹോൾ ഇടുകയാണ്. അപ്പോൾ 2 ഇഞ്ച് ഹൈറ്റുള്ള ലെഗാണ്. അപ്പോൾ അതിനെ നമ്മൾ ഉറപ്പിക്കാനായിട്ട് ഹോൾ ചെയ്യുകയാണ്. ഹോൾ ചെയ്തതിന് ശേഷം 4 ഹോൾ ഇടുക. അതിനുശേഷം നമ്മൾ അതിനകത്ത് ലൈനിങ് വെച്ച് അവിടെ കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ലൈനിങ് അടിക്കുകയാണ്. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഹോൾ ചെയ്ത ഭാഗത്ത് നമുക്ക് ലെഗ് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. നല്ലപോലെ മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. വുഡായതുകൊണ്ട് ആ ത്രെഡിനകത്ത് പിടിച്ചെങ്കിരുന്നോളും. 4 ലെഗും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസ് വയ്ക്കുന്ന ഭാഗത്തും കൂടെ ഒരു ഫാബ്രിക് വെച്ച് നമുക്ക് അടിക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ പിൻ ചെയ്യണം. ഗ്ലാസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതുപോലെ എഡ്ജ് തീർത്ത് പിൻ ചെയ്യാനും മറന്നു പോകരുത്. അത് പിൻ ചെയ്ത് കഴിഞ്ഞു. ടീപ്പോ റെഡി. വളരെ മനോഹരമായിട്ടുള്ളൊരു കോഫി ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 mm ബ്ലാക്ക് ഗ്ലാസ്സാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അതും കൂടെ ഇതിനകത്ത് ഇട്ടൊന്ന് കാണാം. അത് 5 mm ഗ്ലാസും കൂടെ നമ്മൾ വെക്കുകയാണ്. വളരെ മനോഹരമായ ടീപ്പോ റെഡിയായി കഴിഞ്ഞു. ടീപ്പോ റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.